ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൻപയർ കൊണ്ട് അല്ലെങ്കിൽ കണ്ണൂരിൽ മമ്പയർ എന്നറിയപ്പെടുന്ന ഈ ഒരു ഐറ്റം കൊണ്ട് അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 മണിക്കൂറോളം 4 മണിക്കൂറോളം വൻപയർ കുതിർത്തിട്ടാൽ മതി. വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തുമ്പോൾ നന്നായിട്ട് പൊട്ടി കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിന്നുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അരക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും കുറച്ചൊരു തരി കട്ടയുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ഒന്ന് ലൂസായാലും വലിയ കുഴപ്പമില്ല, പിന്നെ അത് നമ്മൾ ശരിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ വെള്ളം ചേർത്ത് അരച്ചപ്പോൾ കുറച്ചും കൂടെ നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ തരിതരിപ്പുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എത്രത്തോളം നമുക്ക് കട്ടിയായിട്ട് അരക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അരച്ചെടുക്കുക, കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിൽ ഞാൻ ഒരു 6 ടേബിൾ സ്പൂണോളം നമ്മൾ കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതുപോലെ കുറച്ച് നന്നായിട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉണ്ടയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. കടലപ്പൊടി ഇച്ചിരി കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. ഇനി ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരക്കുമ്പോൾ പച്ചമുളക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം എന്ന് പറഞ്ഞ ഒരു സംഭവമേ ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു അരക്കുമ്പോൾ നമ്മൾ ചേർത്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഇത് കൂട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷേങ്കിൽ അല്ലാതെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി അത് നമ്മൾ കൂട്ടാക്കിയതിന് ശേഷം ഈ ഒരു അച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമ്മുടെ നൂൽപുട്ടിൻ്റെ ആ ഒരു മൗൾഡിൽ ഈ ഒരു അച്ചിട്ടതിന് ശേഷം നമ്മൾ മുറുക്കാക്കി എടുക്കൂലേ, അതേ സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ അരി ചേർക്കാതെ ഉഴുന്നും ചേർക്കാതെ നല്ല വൻപയർ കൊണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാക്കിയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ എന്താ പറയുക, ടേസ്റ്റിനൊന്നും വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കൂട്ട് നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇത് ചൂടാകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ വലിയ പീസായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ പൊട്ടിച്ച് വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് മുറുക്കിൻ്റെ ഷേപ്പിൽ റൗണ്ടിലാണ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം. പക്ഷെ കുറച്ചും കൂടെ എളുപ്പം ഇങ്ങനെ ചെയ്യാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. പിന്നെ ഇതിൽ പറ്റാവുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ, ഇത് ഞാൻ വിചാരിച്ചു എന്താ വെച്ചാൽ വെന്തിട്ടില്ല വിചാരിച്ച് കുറച്ചും കൂടെ ടൈം അവിടെ വെച്ചു. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ നന്നായിട്ട് മൂത്തുപോയി. അപ്പോൾ മൂത്തുപോയാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ചെറിയൊരു അതിൻ്റെ രുചിക്കൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വെന്തിട്ടില്ല എന്ന് വെച്ചിട്ട് വെക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. കൂടുതൽ മൊരിയട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ മാറിപ്പോവും. അപ്പോൾ ഇപ്പോൾ ഇതാണ്ട് നിങ്ങൾക്ക് കാണും മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് എന്താ പറയുക, ചെറിയൊരു കളർ ചേഞ്ച് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഒരു തവണ ഫ്രൈ ചെയ്തു. അത് എന്താ പറയുക, കുറച്ചൊരു ഇതായിപ്പോയി, ഒരു കരിഞ്ഞിട്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു എന്താ പറയുക ഫ്രൈ ആവല് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കും. ഞാനത് വീഡിയോയിൽ എടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. നിങ്ങൾ വിചാരിക്കേണ്ട വൻപയർ കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമെന്ന്. നമുക്ക് ആദ്യം ഒരു ചൂടോടുകൂടെ ചെറിയൊരു ഉള്ളൊരു ഇതുപോലെ ഉണ്ടാവും, സോഫ്റ്റ് പോലെ ഉണ്ടാവും. പക്ഷെ അത് ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ്
ഒട്ടും നല്ല ഉള്ളും പുറവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്കൊക്കെ എന്താ പറയുക, വൻപയറൊക്കെ ഓവറായിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചാൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ ബാക്കി വന്ന് ഇതുപോലൊക്കെ ചെയ്യാം. ഇനി ഇതിനെ കൊണ്ട് കട്ട്ലൈറ്റും ഉണ്ടാക്കാം, വൻപയറിനെ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്തിട്ടേക്കാം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ ലിജീസ് കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.